മന്ദാകിനി ഇടയ്ക്കിടെ വേറൊരാളെ പോലെയാ സംസാരിക്കുന്നെ. പുറത്തേക്ക് പോയ മന്ദാകിനിയല്ല തിരികെ വന്നപ്പോ കണ്ടത്. ഇത് നിസ്സാര പ്രശ്നമല്ല മാഡം. മന്ദാകിനിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഫ്രണ്ട്സിന് ഒരു മെസ്സേജ് അയച്ചേക്കാം. എടോ, കുറച്ചു നേരത്തേക്ക് ആ ഫോണിന് റെസ്റ്റ് കൊടുക്കണ്ടേ വൃന്ദേ? ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാ എപ്പോഴും ഫോണിൽ ചാറ്റിംഗ് ആണോ ഹോബി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറെ നേരമായിട്ട് വൃന്ദയെ ശ്രദ്ധിക്കുന്നു. വൃന്ദ എന്തിനാ ടെൻഷൻ ആവുന്നത്? അത് ചെറിയൊരു ടെൻഷനുണ്ട്. അല്ല, എന്തിനാ ടെൻഷൻ ആവുന്നത്? ആരതി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. അത് ഞാനൊരു അന്യപുരുഷനോടൊപ്പം ആദ്യമായിട്ടാ തനിച്ച് യാത്ര ചെയ്യുന്നേ. അതിന്റെ ഒരു ടെൻഷനാ. അത് ശരി, ആദ്യമായിട്ടാണല്ലേ ഒരു അന്യപുരുഷനോടൊപ്പം യാത്ര ചെയ്യുന്നത്? അല്ല, ഒന്ന് ഓർത്തു നോക്കിയേ, അറിയാതെ എപ്പോഴെങ്കിലും ഒരു അന്യപുരുഷനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടോ? തിരക്കിനിടയിൽ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? താൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ. ഞാനിതെല്ലാം ചെയ്യും, പക്ഷേ വീട്ടില് മുത്തശ്ശൻ ഓപ്പോക്കും. ഞാൻ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര പേടിയാ. എന്താ സർ? ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് തലപോയ്ക്കൊന്നും വേണ്ട. ഞാൻ വെറുതെ ചോദിച്ചതാ. അല്ല, ഞാനിങ്ങനെ പലതും പറഞ്ഞോണ്ടിരിക്കുക. പക്ഷേ വൃന്ദയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ. ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല സർ. തന്റെ മുഖം കണ്ട അറിയാലോ. എന്നെ സഹിക്കാൻ താൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. എടോ, ഈ സമയത്ത് എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് കാണണ്ട, ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. സാറിനെ പോലൊരാളെ ഞാനിങ്ങനെ ഫ്രണ്ടായിട്ട് കരുതുന്ന അത് പറ്റില്ല സർ. അതെന്താ? സാറിനോടുള്ള എന്റെ ബഹുമാനം പോവും. വൃന്ദയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. എന്നാ പിന്നെ വൃന്ദ 5-6 കോമഡി പറ, ഞാൻ കേട്ടോണ്ടിരിക്കാം. ഇവിടെ ചങ്ക് കിടന്ന് പിടയ്ക്കുക, അപ്പോഴൊരു കോമഡി. എന്തേ, കോമഡി പറയാനും മൂടില്ലേ? ഞാനിപ്പോ കോമഡി പറഞ്ഞാ അത് ട്രാജഡി ആവും സർ. എന്നാ പിന്നെ തന്റെ ബോറടി മാറ്റാൻ ഞാൻ വേറൊരു സംഗതി പറയാം. നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? സിനിമയോ? ACP എന്നെയും കൊണ്ടിറങ്ങിയത് രാജപുരത്ത് പോകാനാണോ അതോ സിനിമയ്ക്കാണോ? എന്തു പറയുന്നു? പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും നല്ലൊരു തിയേറ്ററിൽ കയറാം. എന്താ, തനിക്ക് താല്പര്യമുണ്ടോ? സോറി സർ, അപരിചിതനായ ഒരു പുരുഷനോടൊപ്പം ഞാൻ സിനിമയ്ക്ക് പോകുന്നത് തെറ്റല്ലേ? എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല. മുത്തശ്ശനോ ഒപ്പോളോ അറിയാൻ ഇടവന്നാലേ എന്നെ വഴക്ക് പറയും. അതിനല്ലല്ലോ അവരെന്നെ പഠിക്കാൻ അയച്ചിരിക്കുന്നത്. വെരി ഗുഡ്. വൃന്ദയുടെ ഈ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി. വൃന്ദ കുടുംബത്തോട് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കുട്ടിയാ. വീട്ടുകാര് കഷ്ടപ്പെട്ട് ദൂരനാട്ടിൽ പഠിക്കാൻ അയക്കുന്ന പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. ഇനി സിനിമയ്ക്ക് പോകണമെന്ന് വൃന്ദ സമ്മതിച്ചാലും ഞാനതിന് തയ്യാറാവില്ലായിരുന്നു. അല്ല, പിന്നെന്താ സാർ എന്നെ സിനിമ കാണാൻ വിളിച്ചത്? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് പരീക്ഷ. എന്തായാലും ആ പരീക്ഷയിൽ താൻ ജയിച്ചു. എന്റെ ഈശ്വര, രാജപുരത്തെത്തുമ്പോ ACPയുടെ അടുത്ത പരീക്ഷ നടക്കും. ഞാൻ തോറ്റു തൊപ്പിയിടും. അതിനു മുമ്പ് ഈ യാത്രയൊന്ന് ബ്ലോക്ക് ചെയ്യാൻ എന്താ ഒരു വഴി? അവരെങ്ങോട്ട് പോയെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. വൃന്ദയെ തനിച്ച് കിട്ടിയേക്കുന്നോണ്ട് ACP ഹാപ്പി ആയിരിക്കും.
പക്ഷെ വൃന്ദ അയാൾക്കൊപ്പം ഇരുന്ന് വിഷമിക്കായിരിക്കും. പാവം വൃന്ദ ACP കാറിനകത്തിരുന്ന് ഫ്രൈ ചെയ്യായിരിക്കും. ACP എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ അവളിൽ നിന്ന് അറിയാൻ ശ്രമിച്ചാലും അവൾ ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല. വൃന്ദയുടെ മനസ്സിനെ കടന്നു പിടിക്കാൻ ACPക്ക് ആവില്ല. അയാളിൽ നിന്ന് വൃന്ദയ്ക്ക് ഇപ്പൊ വേണ്ടതൊരു എസ്കേപ്പാ. അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നവും. ശരിയാ, ACP വൃന്ദയും കൊണ്ട് ആ സ്ഥലത്തെത്താൻ പാടില്ല.